ഡ്രീംലാൻഡ് കാട്ടിൽ എല്ലാ പക്ഷികളും മൃഗങ്ങളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു സിംഹം, ഒരു ആന, കഴുകനായിരുന്നു നോക്കി നടത്തിയിരുന്നത്. അതുകൊണ്ട് കാട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുമായിരുന്നു. അവരിൽ ഒരു ചോട്ടുമാൻ ആയിരുന്നു കുസൃതിയും ബഹളവും എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുമായിരുന്നു. ഒരു ദിവസം ചോട്ടുമാനെ കാണാൻ കൂട്ടുകാരൻ മോണ്ടു കുരങ്ങൻ വന്നു. അല്ല മോട്ടു ബംഗർ, നീ ഇവിടെ? അതെ, എനിക്ക് നിന്റെ ഓർമ്മകൾ തന്നു. പിന്നെ പറ, നിന്റെ കാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം നന്നായി പോകുന്നു. കുറെ മാസങ്ങളായി ആരും തമ്മിൽ വഴക്കൊന്നും കണ്ടില്ല. സിംഹവും ആനയും പരുന്തും കൂടി ചേർന്നാണ് കാട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല. അത് ശരി, ഇത് നോക്ക്, നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നതെന്ന്. ഈ കണ്ണാടി നിങ്ങളുടെ വനത്തിൽ അരാജകത്വം സൃഷ്ടിക്കും. ആണോ? അതിന് മാത്രം എന്താ ഈ കണ്ണാടിയിലുള്ളത്? ഒരു മിനിറ്റേ. മോണ്ടു കുരങ്ങൻ ആ കണ്ണാടി മരത്തിൽ ചാരി വെച്ചു. ഇനി നീ കണ്ണാടിയുടെ അടുത്തേക്ക് വാ. ചോട്ടുമാൻ ആ കണ്ണാടിയുടെ മുമ്പിൽ വന്നു. പക്ഷെ അതില് അവനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, ഇതെന്ത് മായാജാലമാണ്? ഇതാണ് ഈ കണ്ണാടിയുടെ മാജിക്. ഈ കണ്ണാടിയിൽ പ്രതിബിംബം കാണാൻ സാധിക്കുന്നത് നല്ല മൃഗങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ രണ്ടുപേരും മോശം മൃഗങ്ങളല്ലേ, അതുകൊണ്ടാണ് നമ്മളിതിൽ കാണാത്തത്. അത് ശരി, പിന്നെ നമുക്കിതുകൊണ്ട് എന്താ പ്രയോജനം? പ്രയോജനം ഇതാണ്, ഈ കണ്ണാടിയുടെ മുമ്പിൽ ഏതെങ്കിലും നല്ല മൃഗങ്ങൾ വന്നാൽ അവരപ്രത്യക്ഷരാവും. പിന്നെ ഈ കണ്ണാടിയിൽ നിന്നും അവനെപ്പോലെ തന്നെയുള്ള ഒരു മോശം മൃഗം പുറത്തേക്ക് വരും. ഇത് കൊള്ളാലോ. അത് ശരി, വാ, ഈ കണ്ണാടി എടുത്ത് നീ എൻ്റെ കൂടെ വാ. ചോട്ടുമാൻ മോണ്ടു കുരങ്ങനെ നേരെ ആനയുടെ അടുത്ത് കൊണ്ടുപോയി. ആ സമയത്ത് ആന തറയിൽ നിന്നും പുല്ല് തിന്നുകയായിരുന്നു. ആനരാജാവേ, ആനരാജാവേ, ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അതാരാണ്? അപ്പോഴേക്കും ആന തിരിഞ്ഞു നോക്കി. അപ്പോ കണ്ണാടിയില് ആനയ്ക്ക് ആനയെ തന്നെ കാണാൻ പറ്റി. ഇതെന്താ, നിങ്ങളെന്താ എന്നെ കണ്ണാടി കാണിക്കുന്നത്? അത് നിങ്ങൾ ഉടനെ തന്നെ അറിയും ആന മഹാരാജാവേ. അപ്പോഴേക്കും ആന അപ്രത്യക്ഷമായി. എന്നിട്ട് കണ്ണാടിയിൽ നിന്നും അവനെ പോലെ ഇരിക്കുന്ന ഒരു ആന പ്രത്യക്ഷപ്പെട്ടു. മുഖമായി ഇവിടെ പുല്ലും തിന്നുകൊണ്ടിരുന്ന എന്നെ നിങ്ങൾ എന്തിനാണ് ശല്യപ്പെടുത്തിയത്? ഏയ്, ഞങ്ങളെപ്പോഴാ ശല്യപ്പെടുത്തിയത്? എന്നിട്ട് ആന ചോട്ടുമാനെയും മോണ്ടു കുരങ്ങനെയും രണ്ടു പേർക്കും ഓരോ ഇടി കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പോയി. സമയം മെനക്കെടുത്താനായി ഓരോന്ന് വന്നോളും. അല്ല, ഇങ്ങേർക്ക് ഇതെന്താ സംഭവിച്ചത്? അയാൾ നമ്മളെ എങ്ങനെ ഉപദ്രവിച്ചത് അത് മോശം മൃഗമായതുകൊണ്ടാ. നമുക്ക് കാട്ടിലേക്ക് പോയി മറ്റുള്ള മൃഗങ്ങളെ എല്ലാം ഇതുപോലെ ചെയ്യാം. അത് കൊള്ളാം, വാ, നമുക്ക് സിംഹത്തിന്റെ അടുത്തേക്ക് പോവാം. അവര് രണ്ടുപേരും ആ കണ്ണാടിയും കൊണ്ട് സിംഹത്തിന്റെ അടുത്ത് പോയി. സിംഹരാജൻ, ഒന്ന് നോക്കിയേ, അങ്ങേ ഈ കണ്ണാടി കാണാൻ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്ക് ഈ കണ്ണാടി എവിടെ നിന്നാ കിട്ടിയത്? ഇത് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന കണ്ണാടിയല്ലേ? ഇങ്ങനെ പറഞ്ഞ് സിംഹം അപ്പൊ അപ്രത്യക്ഷമായി. അതിനു പകരം വേറൊരു സിംഹം പ്രത്യക്ഷപ്പെട്ടു. ഇത് കൊള്ളാലോ, ഒരു മാനും ഒരു കുരങ്ങനും. ഇന്ന് നല്ല രസമായിരിക്കും. അയ്യോ, ഇത് നമ്മളെ തിന്നുന്നതിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. വേഗം ഓടിക്കോ. അവര് രണ്ടുപേരും അവിടെ ഓടി. സിംഹം എന്നിട്ട് കാട്ടിലോട്ട് പുറപ്പെട്ടു. അവിടെ നോക്കിയപ്പോ കുറുക്കൻ വേറെ ഏതോ മൃഗത്തിന്റെ മാംസം തിന്നുകയായിരുന്നു. കുറുക്ക, ഈ മാംസം എനിക്ക് വേണം. നിനക്ക് വേണമെങ്കിൽ നീ വേറെ കണ്ടെത്തിക്കോ. ഇല്ല സിംഹരാജൻ, ഇത് ഞാൻ വേട്ടയാടി കണ്ടെത്തിയതാണ്. ഒരു രാജാവായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? ഇവിടുന്ന് പോക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ആയിരിക്കും വേട്ടയാടി കഴിക്കുക. ഇത്രയും പറഞ്ഞ് സിംഹം ഗർജിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കുറുക്കൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊന്നും അത്ര നല്ലതല്ല സിംഹരാജൻ. ഇപ്പുറത്ത് അപ്പോഴേക്കും ആനയും കാട്ടിലെത്തി. അവൻ നോക്കുമ്പോൾ മരത്തിൽ ടീനു കിളി സ്വന്തം കൂട്ടിൽ കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നത്. ഏയ് പക്ഷി, നീ എന്തിനാ ഈ മരത്തിന്റെ മുകളിൽ കൂടുണ്ടാക്കിയത്? ആന
ആന രാജാവേ, നിങ്ങൾ ഇത് എന്താണ് ഈ പറയുന്നത്? എന്റെ കിളിക്കൂട് എത്രയോ നാളായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് ഈ മരത്തിന്റെ ചില്ലകൾ കഴിക്കണം. ഞാനിത് മുറിക്കാൻ പോവാണ്. ഇത്രയും പറഞ്ഞ ദേഷ്യത്തിൽ ആന മരത്തിനെ കുലുക്കാൻ തുടങ്ങി. അയ്യോ ആന രാജാവേ, ഇതെന്താ ചെയ്യുന്നത്? എന്റെ വീട് നശിച്ചു പോകും. ആന നിന്നില്ല. എന്നിട്ട് ആന 2-3 പ്രാവശ്യം കുലുക്കി ആ മരത്തിനെ വീഴ്ത്തി. മരം വീണതോടെ ടീനുക്കിളിയുടെ കൂടും താഴത്തോട്ട് വീണു. ആന രാജാവേ, നിങ്ങൾ ഇത് ചെയ്തത് ശരിയല്ല. നിന്റെ കൂട് താഴെ വീഴ്ത്താൻ പറ്റിയതിൽ ഞാൻ സന്തോഷവാനാണ്. ഇനി എനിക്ക് സമാധാനമായി ഈ മരത്തിന്റെ ചില്ലകൾ കഴിക്കാം. ആനയും സിംഹവും കൂടി എല്ലാ മൃഗങ്ങളെയും ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എല്ലാരും കൂടെ അവരുടെ പ്രശ്നം പറയാൻ കഴുകന്റെ അടുത്ത് വന്ന് സഭ ചേർന്നു. എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഈ സിംഹത്തിനും ആനയ്ക്കും എന്തു പറ്റി? ഇവർ രണ്ടുപേരും രാജാവായിരുന്നിട്ടും മോശം കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ഇനി നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ ചെയ്യണേ? ശരി, സോനുപ്രാവ് പോവൂ. ചെന്നിട്ട് രണ്ടുപേരോടും പറയേ പരുന്ത് രാജാവ് അവരെ വിളിക്കുന്നെന്ന്. സോനു കാക്ക അവിടുന്ന് പുറപ്പെട്ടു. അപ്പോഴേക്കും ആനയും സിംഹത്തിനെയും തടാകത്തിന്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണും. എത്ര തന്നെ ഭീകരത കാണിച്ചിട്ടും അധികാരം കിട്ടുന്നില്ലല്ലോ. പറയേ, ഇനി എന്ത് ചെയ്യുന്ന? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ കാടിനെ ആക്രമിക്കാം. എല്ലാം നമുക്ക് നശിപ്പിച്ചു കളയാം. അതെ, അത് വളരെ നന്നായിരിക്കും. പെട്ടെന്ന് ധൃതിയിൽ പറന്നുകൊണ്ട് ആ സോനു കാക്ക അവരുടെ അടുത്തെത്തി. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു? ഇപ്പൊ ചോട്ടുമാനും മോണ്ടു കുരങ്ങനും മനസ്സിൽ ഒരുപാട് സന്തോഷമായി. ഇപ്പൊ നല്ലൊരു തമാശ കാണാം. ആനയും സിംഹവും ഓടി ഓടി സഭയുടെ അടുത്തോട്ട് വരികയായിരുന്നു. കാലാവസ്ഥയും ശരിയല്ലായിരുന്നു. മഴയാണെങ്കിൽ പെയ്യാൻ തുടങ്ങുമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എത്തിയോ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ വളരെ സന്തോഷം കിട്ടുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ആനയും സിംഹവും മറ്റു മൃഗങ്ങളെ വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇപ്പുറത്ത് നല്ല മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കണ്ണാടി കൈന്ന് താഴെ വീണു. അവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ ഒരു കമ്പ് പൊട്ടി അതിന്റെ മേൽക്ക് വീണു. അങ്ങനെ കണ്ണാടി പൊട്ടി. കണ്ണാടി പൊട്ടിക്കഴിഞ്ഞപ്പോ ശരിക്കുള്ള ആനയും സിംഹവും തിരിച്ചു വന്നു. അതെ ആന, നീ? ഞാൻ ഇത്ര ദിവസം എവിടെയായിരുന്നു, വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് എൻ്റെ കാര്യം തന്നെ അറിയില്ല, ഞാൻ എവിടെയായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. മറ്റുള്ള മൃഗങ്ങളെ കണ്ടാലേ ബാക്കി അറിയൂ എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന്. രണ്ടുപേരും ഓടി സഭ കൂടിയ സ്ഥലത്ത് വന്നു. നോക്കുമ്പോ അവരെ പോലെ ഇരിക്കുന്ന ആനയും സിംഹവും കൂടി ചേർന്ന് മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു. നിർത്ത്! അല്ല, ഇതെന്താ? 2 സിംഹം 2 ആന, ഇതെങ്ങനെ സംഭവിച്ചു? ശരിക്കുള്ള ആനയും സിംഹവും കൂടെ ചേർന്ന് അവരുടെ അടുത്ത് മുട്ടാൻ പോയി. മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വ്യാജസിംഹവും ആനയെ അപ്രത്യക്ഷമാകും. ഇതെന്താണ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിനൊക്കെ കാരണം ചോട്ടുമാൻ അവന്റെ കൂട്ടുകാരൻ കുരങ്ങനുമായി ഇങ്ങോട്ട് വന്നിരുന്നു. ഒരു മാന്ത്രിക കണ്ണാടി ഉപയോഗിച്ചുകൊണ്ട് അവർ ഞങ്ങളുടെ രൂപസാദൃശ്യമുള്ള 2 പേരെ കാട്ടിലേക്ക് അയച്ചു. അവർ വന്ന് കാട് നശിപ്പിക്കാനും കാട്ടിലെ മൃഗങ്ങളെ ആക്രമിക്കാനും തുടങ്ങി. ഇത് കേട്ട എല്ലാ മൃഗങ്ങൾക്കും ദേഷ്യം വന്നു. എന്നിട്ട് എല്ലാരും ചോട്ടുമാനെയും മോണ്ടു കുരങ്ങനെയും ഇടിച്ചു. പ്രിയ പിള്ളേരെ, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. കുശുമ്പ് കാണിക്കുക, മറ്റുള്ളവരെ ചെന്ന് ദ്രോഹിക്കുക, ഇതെല്ലാം ചെയ്താൽ കഷ്ടമാണ്. നമുക്ക് നല്ലതൊന്നും ഉണ്ടാവാൻ പോണില്ല.